ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അതിഗംഭീരമായൊരു മോളിവുഡ് അപ്ഡേറ്റിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ മൂവി ഐ എം ഗെയിം, അതിനെക്കുറിച്ച് വലിയൊരു അപ്ഡേറ്റ് ഈ മാസം വരാൻ പോകുന്നു 28-ന്. അത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ്, 28-ാം തീയതി ജൂലൈ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ബെഡ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നവർ എന്തായാലും ആ ഒരു പോസ്റ്റർ ശരിക്കും കാണുമ്പോൾ എന്തൊരു, നമ്മൾ ഈ നോൺ മലയാളി അല്ലാത്തവരാണ് ഇത് കാണുന്നെങ്കിൽ എന്തൊരു പോസ്റ്റ്, ഹൈ വോൾട്ടേജ് ഉള്ളൊരു പോസ്റ്റർ, അത് ഹോളിവുഡിൽ വന്നൊരു സിനിമയെന്ന് നമ്മൾ അങ്ങ് പ്രതീക്ഷിച്ചു പോകും. അമ്മാതിരി സാധനം വെച്ചിരിക്കുന്ന സംഭവം. കാരണം എന്താ ഉദ്ദേശിക്കുന്ന ശുദ്ധിയൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നഹാസ് ഹിദായത്ത് പറഞ്ഞ ആ ഒരു ഡയറക്ടർ, നമ്മുടെ ആർഡിഎക്സൊക്കെ അടിച്ചു കയറ്റിയ ആ ഡയറക്ടറിൻ്റെ ഒരു വന്യായ സാധനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ മാസം 28-ന് ഈ സിനിമേൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ്റെ ദിൽഖർ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നിലെ ടീസർ, ഒന്നിലെ ട്രെയിലർ, ഇതിനപ്പുറത്തെ നമ്മളൊരു ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ടീസറെങ്കിലും അത്യാവശ്യം കിട്ടണം. എന്തായാലും ട്രെയിലർ എന്തായാലും ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ഒരു 10-8 മതി. എന്തായാലും 20-ാം തീയതിയാണ് പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഓണത്തിനെയാണ് ഈ പടത്തിൻ്റെ ഒരു പരിപാടി. ഓണത്തിന് മുമ്പായിട്ട് ഈ സിനിമ റിലീസാകും. പിന്നെ അങ്ങോട്ട് ഓണം ഇത് ആ ഒരു സമയമാകുമ്പോഴേക്കും ഇങ്ങനെ കാച്ച കെട്ടി കുറേ സിനിമകൾ വരും. പക്ഷേ ആര് വന്നാലും ദുൽഖർ സൽമാൻ്റെ സിനിമ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. എന്തായാലും മകളെ ഒരു കിടുക്കാച്ചി അപ്ഡേറ്റാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുൽഖർ ഫാൻസ് എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ഒരു പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ ദുൽഖർ സൽമാൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. അദ്ദേഹം വേറെ ഇൻഡസ്ട്രിയിലൊക്കെ പോയി 100 കോടി 200 കോടിയൊക്കെ അടിച്ച ആൾ അങ്ങനെ കയറി നിൽക്കുകയാണ്. അപ്പോൾ മലയാളത്തിൽ വന്നൊരു ചാർലിൻ്റെ അതേ റേഞ്ചിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ പടം അങ്ങോട്ട് കയറി പോകും. പിന്നെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല. ഒരു ചെറിയൊരു ഫ്രഷ്നെസ് കിട്ടിയും ചെറിയൊരു പോസിറ്റീവ് കിട്ടിയ പിന്നെ മലയാളക്കാരിൽ ദുൽഖറിനെ വെല്ലാൻ ഒരു നടൻ ഉണ്ടാവില്ല. അല്ല, നടൻ മീൻസ് ഒരു അതിശോക്തിയാക്കി പോകും. എന്നാലും ദുൽഖറിനെ വെല്ലാൻ ഒരു കളക്ഷൻ പിന്നെ ആരും തൂക്കാൻ വഴിയില്ല. അത്രയും മനോഹരമായി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് തൂക്കി പോകും. അതാണ് ദുൽഖറിൻ്റെ ഒരു കഴിവ്. കാരണം ഇനി എന്തായാലും ദുൽഖറാണ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിയെല്ലാം കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. ഒന്നും ദുൽഖർ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൽ ഐ എം ഗെയിം എന്ന് പറഞ്ഞ മൂവി ഒരുപാട് വലിയ വലിയ ആക്ടേഴ്സ് ഇതിൽ ചേരുന്നുണ്ട്. മിസ്കിനുണ്ട്, പിന്നെ നമ്മുടെ സാൻഡിയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്, പിന്നെ ആൻ്റണി വർഗീസ്, ഇവരെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പടത്തിൻ്റെ രീതി എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ ഒരു ആക്ഷൻ ത്രില്ലർ ജോണിൽ പെട്ടെന്നാണ് ഇപ്പോൾ പൊതുവെ വരുന്നത്. ഇനി വേറെ വല്ല ഡ്രാമയൊക്കെ കയറി വരുമോ, ഇനി വല്ല ഗെയിമിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് വരുമോ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ നിലവിൽ ഒരു ഇന്ത്യൻ മൂവി എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ത്രില്ലറായിട്ടാണ് കാണിച്ചിരിക്കുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു സംഭവം തന്നെ കിട്ടട്ടെ. കാരണം ദുൽഖറിൻ്റെ ഒരു അടാറില്ലെങ്കിൽ അഴിഞ്ഞാടിത്തമുള്ളൊരു സിനിമയായി മാറുകയാണെങ്കിൽ മക്കളെ പിന്നെ ഒന്നും പേടിക്കേണ്ട, പടം കളി കയറിപ്പോകും. പിന്നെ ഈ ഓണം പിന്നെ തൂക്കിയതാരാ? നമ്മുടെ സ്വന്തം ഡീക്കു എന്ന് പറയേണ്ടി വരും. കാരണം വേറെ കുറേ സിനിമകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആരൊക്കെ വന്നാലും പോയാലും ഡീക്കു വരുമ്പോൾ കിട്ടുന്ന ഒരു വൈബും ഒരു ഇതുണ്ടല്ലോ, ആവേശമൊന്നും ഈ വേറെ മമ്മൂട്ടി മോഹൻലാലിന് ശേഷം വരുന്നവർക്ക് ഉണ്ടാവുന്നില്ല. അത് സത്യമാണ്. അതിപ്പോൾ എത്ര പേര് വന്നാലും കാര്യമില്ല. കാരണം അത് അങ്ങനെ ഒരു ബ്രാൻഡേ മാറി ഇപ്പോൾ ദുൽഖർ ഷെൽക്കെ. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു ബ്രാൻഡിങ് കപ്പാസിറ്റി ആയിട്ട് വരാൻ പോകുന്നത് പക്ഷേ ഒരു ദുൽഖർ തന്നെയാണ്. ഒരു പാൻ ഇന്ത്യൻ റിയൽ സ്റ്റാർ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ദുൽഖർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ തന്നെ ദുൽഖറുള്ളൂ. കാരണം എല്ലാ നാട്ടിലും പോയി അഭിനയിക്കുകയും എല്ലാ നാട്ടിലേക്കും ഹിറ്റ് അടിക്കുകയും എല്ലാ നാട്ടിലും 100 കോടി അടിക്കുകയും വലിയ എല്ലാ നാട്ടിലും അത്രയും ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദുൽഖർ മാത്രമേ ഉള്ളൂ. അല്ലേ, ഇപ്പം ഷാറുഖ് ഖാൻ എടുക്കുകയാണെങ്കിൽ ഷാറുഖ് ഖാൻ മലയാളത്തിൽ നിന്നൊന്നും അഭിനയിച്ചില്ലല്ലോ. പക്ഷേ ദുൽഖർ പോയിട്ട് അവിടെ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്, കന്നഡ മാത്രമേ അഭിനയിച്ചില്ലെന്നുള്ളൂ. കന്നഡയും കൂടി ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ കയറി അഭിനയിക്കും. പക്ഷേ അത്ര നല്ല സാധനം കിട്ടണം. അത് പക്ഷേ അന്നിലോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലൊക്കെ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ എന്നാലും അങ്ങനെ ഒരു സാധനം കൂടി കിട്ടിയ പിന്നെ ഓൾ ഓവറായി ഇന്ത്യ അടക്കി ഭരിക്കാനുള്ളൊരു ഒരു സാധനം കൂടി കിട്ടിയ പിന്നെ ദുൽഖർ പൊളിയായിരിക്കും. എന്തായാലും മക്കളെ ഈ ഒരു അപ്ഡേറ്റ് ഞാൻ എന്തായാലും 28-ാം തീയതി വരെ കാത്തിരിക്കണമല്ലോ. കാരണം ഒരുപാട് കാലമായി ഒരു ദുൽഖറിൻ്റെ ഒരു ടീസറൊക്കെ കണ്ടിട്ടില്ല നമ്മൾ. ശരിയല്ലേ, ഒരു മലയാള ടീസർ കേട്ടോ, കണ്ട് കുറേ കാലമായി. അപ്പോൾ എന്തായാലും അതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചതിൻ്റെ ഇത്രയും വാനോളം കൊണ്ടുപോകാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ദുൽഖർ പോലൊരു വലിയൊരു നടൻ ഇപ്പോൾ മലയാളത്തിൽ ചെയ്താണ്ട് കുറേ നടക്കുന്നു. പിന്നെ പെട്ടെന്നൊരു മലയാളത്തിൽ വരുന്നു, അതും ഏറ്റവും സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ടുള്ള നഹാസ് ഹിദായത്ത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഈ നഹാസ് ഹിദായത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നു ചോദിക്കുകയാണെങ്കിൽ വളരെ രസകരമായി പറയുകയാണെങ്കിൽ ആർഡിഎക്സ് എന്ന സിനിമ അതിമനോഹരമായി അദ്ദേഹം ചെയ്തു. അതും വളരെ പക്കയായിട്ട് ഒരു തരത്തിലും നമ്മളെ മോശമായി പറയിപ്പിക്കാൻ
മൂന്നാമത്തെയാണ് അദ്ദേഹം ആ സിനിമ ചെയ്ത്. ആ 3 പേര് നമ്മുടെ പിന്നെ ഷൈൻ നിഗം ആയിക്കോട്ടെ, ആൻ്റണി ആയിക്കോട്ടെ, പിന്നെ നീരജ് മാധവ്, അവരെ കൂടി തന്നെ അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ലാലും പൊളിച്ചടിക്കിയ ഒരു സീൻ തന്നെയായിരുന്നു. എന്തായാലും അതിൻ്റെ വില്ലന്മാരും എടുത്ത് പറയുന്നത് തന്നെ അടിപൊളി കിടക്കാച്ച് വില്ലന്മാർ ന്യൂച്ചനായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ പടത്തിൻ്റെ ഫ്രഷ്നെസ് പറയണത്. അപ്പോൾ അതേ ഫ്രഷ്നെസ് ഈ സിനിമയിൽ ഉണ്ടാവും. കാരണം ഓരോ പോസ്റ്ററും ഈ സിനിമയിൽ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ കൈ ഇങ്ങനെ കൂട്ടിയ കൂടുന്ന സാധനമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് അത്ര മനോഹരമായി ഓരോന്നും ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അതിന് ചെറിയൊരു സ്പാർക്കിങ് കിട്ടണമെങ്കിൽ ഈ വരുന്ന 28-ാം തീയതി, എന്നിട്ട് ഇന്ന് 21, ഇനി 7 ദിവസം കൂടി കാത്തിരുന്നാൽ നമുക്ക് ഈ സിനിമയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടും. അപ്പം ഗൈസ്, ഇതെന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളായിട്ട് ഞാൻ ആദ്യം ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവരും സേഫായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. എല്ലാവരും അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കാം, സേഫായിരിക്കുക. ഓക്കെ, ബൈ, സീ യു ഗൈസ്. അടുത്തൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.